അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 3 പതിറ്റാണ്ടിലേറെ ശത്രുതയിലായിരുന്ന മുസ്ലിം ലീഗുമായി കാന്തപുരം ഉസ്താദിന് ഒന്നിക്കണമെന്ന വലിയ ആഗ്രഹമാണ് പ്രഖ്യാപിച്ചതായി വാർത്ത നമുക്കൊന്ന് കേട്ടു നോക്കാം. മുസ്ലിം ലീഗുമായി ഒന്നിച്ചു പോകാൻ ആഗ്രഹമെന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. എപ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, മുസ്ലിമീങ്ങളും സംഘടനകളും രാഷ്ട്രീയക്കാരും അല്ലാത്തവരും യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുന്നത്. മീഡിയ വണ്ണിന്റെ പ്രത്യേക അഭിമുഖത്തിൽ എന്നല്ല, ഒരു അഭിമുഖത്തിലും കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ശത്രുതയിൽ നീങ്ങുന്ന മുസ്ലിം ലീഗും കാന്തപുരം വിഭാഗവും തമ്മിൽ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല. 3 പതിറ്റാണ്ടിലേറെ ശത്രുതയുണ്ടെങ്കിലല്ലേ AP ഉസ്താദ് അങ്ങനെ പറയേണ്ടതുള്ളൂ. ഇതുവരെ AP ഉസ്താദിന്റെ ഒരു പ്രഭാഷണത്തിലോ ഒരു അഭിമുഖത്തിലോ AP ഉസ്താദ് മുസ്ലിം ലീഗുമായി വലിയ ശത്രുതയിലാണ് എന്ന് ഉസ്താദ് എവിടെയും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് കൊട്ടപ്പുറം സംവാദത്തിലൂടെ തിളക്കമാർന്ന വിജയം സുന്നത്ത് ജമാഅത്തിന് വേണ്ടി സമർപ്പിച്ചതോടെ ജമാഅത്തെ ഇസ്ലാമിക്കാരും വഹാബികളും AP ഉസ്താദിനെ ഒരു ശത്രുവായി കാണുന്നവരാണ്. അന്ന് മുതലാണ് AP ഉസ്താദിനെ ഏത് വിധേനയും ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ വഹാബികളും ചരിഞ്ഞ ഇസ്ലാമിക്കാരും കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ട് സമസ്തയെ പിളർത്താൻ അവർ ഗൂഢശ്രമം നടത്തി. മാത്രവുമല്ല, ഒരു സമുദായ പാർട്ടി എന്ന നിലക്ക് മധ്യസ്ഥത വഹിക്കേണ്ട മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി അത് വഹാബി ലീഗായി പോയി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് വഹാബികളാണ് സമസ്തയെ പിളർത്താൻ ശ്രമിക്കുന്നത് എന്ന് വഹാബി ലീഗായ മുസ്ലിം ലീഗിന് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് വഹാബികളോടൊപ്പം സമസ്തയെ പിളർത്താൻ വേണ്ടി ശ്രമിച്ചു. സമസ്തയെ പിളർത്താൻ വേണ്ടി സമസ്തയുടെ അകത്തളങ്ങൾ ഇരുന്നു കൊണ്ട് വഹാബികൾക്ക് നേരിട്ട് ചെയ്യാൻ കഴിയാത്തത് മധ്യസ്ഥതയുടെ വേഷത്തിൽ വന്ന് മുസ്ലിം ലീഗ് ഒരു പക്ഷം ചേർന്നുകൊണ്ട് സമസ്തയുടെ ഗുണത്തിനു വേണ്ടിയാണ് എന്ന് വരുത്തി തീർക്കുകയും എന്നാൽ സമസ്തയെ പിളർത്താൻ മുഖ്യ പങ്ക് വഹിക്കുകയും വഹാബികളെ വളർത്താനും അവരുടെ ആശയം ജനമനസ്സുകളിലേക്ക് ഇത്രത്തോളം എത്തിക്കാനും കഴിഞ്ഞത് മുസ്ലിം ലീഗിന്റെ പരിശ്രമം ഒന്നുകൊണ്ട് മാത്രമാണ്. വഹാബികൾക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു പരിധിവരെ മുസ്ലിം ലീഗിൽ കയറിക്കൂടിയ വഹാബികൾ ലീഗിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഹായിച്ചു എന്ന കാരണത്താലും സുന്നികളാകുന്ന എല്ലാവർക്കും അതിൽ മുസ്ലിം ലീഗിനോട് വലിയ പ്രതിഷേധമുണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യവും സ്വാഭാവികവുമാണ് എന്ന് കരുതി അവരെ എക്കാലത്തേക്കുമുള്ള ശത്രുക്കളായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ഒരിക്കലും തന്നെ സുന്നികൾ കണ്ടിട്ടില്ല. എന്നാൽ മുസ്ലിം ലീഗുമായി 3 പതിറ്റാണ്ടോളം ശത്രുക്കളായിരുന്നു എന്ന് വരുത്തി തീർക്കുന്നത് മൗദൂദികളുടെ ചാനലായ മീഡിയ വണ്ണിന്റെ കുതന്ത്രം ഒന്ന് മാത്രമാണ്. സമസ്ത പിളർന്നപ്പോൾ സുന്നികളുടെ നിലപാട് ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ 1989 പുനർജീവിപ്പിച്ചപ്പോൾ തന്നെ ഉസ്താദ് വ്യക്തമാക്കിയിട്ടുണ്ട്, നമുക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരുപോലെയാണ്. അത് BJP ആയാലും CPM ആയാലും മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും നമുക്കൊരേ ചിന്താഗതിയാണ്, സമദൂര ചിന്താഗതിയാണ്. ആരെയും അകറ്റുന്ന പ്രശ്നം നമുക്കില്ല, ആരെയും വാരിപ്പുണരുന്ന പ്രശ്നവും നമുക്കില്ല. മുസ്ലിമീങ്ങൾക്ക് ആരാണോ ഉപകാരം ചെയ്യുന്നത് ആ ഉപകാരത്തിന് നന്ദി പ്രകടിപ്പിക്കൽ മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ നാം അവർക്ക് ആരായിരുന്നാലും നന്ദി പ്രകടിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും രാഷ്ട്രീയത്തോട് പ്രത്യേക അടുപ്പമോ ഏതെങ്കിലും രാഷ്ട്രീയത്തോട് പ്രത്യേക വിദ്വേഷമോ പുലർത്തണമെന്ന് സുന്നികളോട് ശൈഖുന കാന്തപുരം ഉസ്താദോ താജുൽ ഉലമ തുടങ്ങിയിട്ടുള്ള നേതാക്കന്മാരോ ആഹ്വാനം ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് ഒരു കാര്യം കൂടി മീഡിയ വണ്ണിന്റെ ആ അഭിമുഖത്തിൽ
പറയുന്നുണ്ട്. അതുകൂടി നമുക്ക് കേട്ടു നോക്കാം. സമസ്ത ഇരുവിഭാഗവും ഒന്നിച്ചു പോകണം എന്നത് തന്റെ ജീവിതാഭിലാഷമാണെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി സംസാരിക്കാറുണ്ടെന്നും കാന്തപുരം പറഞ്ഞു. എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ഇവിടെ മുസ്ലിംകളും പണ്ഡിതന്മാരും പ്രത്യേകിച്ചും രണ്ട് വിഭാഗമായി പോകാൻ പാടില്ല എന്നും എല്ലാവരും യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും നന്മയെന്നും ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് എനിക്കതിൽ വളരെയധികം ആഗ്രഹമുണ്ട്. കേട്ടല്ലോ സഹോദരങ്ങളെ, മീഡിയ വണ്ണിന് ചൊറിച്ചിൽ തുടങ്ങിയത് ശൈഖുന കാന്തപുരത്തിന്റെ ഈ വാക്കുകൾ കേട്ടപ്പോഴാണ്. സുന്നികളുമായി ഒന്നിക്കാൻ ഞങ്ങൾക്ക് എപ്പോഴും താല്പര്യമാണ് എന്ന് കേട്ടതോടുകൂടിയാണ് അവർക്ക് ചൊറിച്ചിൽ തുടങ്ങിയത്. അല്ലാതെ AP ഉസ്താദ് ലീഗുമായി ഒന്നിക്കാൻ താല്പര്യമുണ്ടെന്ന് ഉസ്താദ് പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് ഉസ്താദ് പറഞ്ഞതെന്താണ്? മുസ്ലിമീങ്ങളും സംഘടനകളും രാഷ്ട്രീയക്കാരും അല്ലാത്തവരും യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. മുസ്ലിം സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും യോജിപ്പോടെ മുന്നോട്ട് പോകണം. പരസ്പരം വിദ്വേഷങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് അക്രമങ്ങൾ നടക്കുന്നുണ്ട്, കൊലപാതകങ്ങൾ വരെ നടക്കുന്നുണ്ട്. അത് പാടില്ല. ആരോഗ്യപരമായ സംവാദങ്ങളിൽ ഏർപ്പെടാം. രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ മത്സരങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലാവാം. അങ്ങനെ യോജിപ്പോടുകൂടി മുന്നോട്ട് പോകാം. അല്ലാതെ പരസ്പരം കണ്ടാൽ കടിച്ചു കയറുകയും കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ നിലപാട് മാറ്റേണ്ടിയിരിക്കുന്നു എന്നാണ് ശൈഖുന കാന്തപുരം ഉസ്താദ് പറഞ്ഞത്. മാത്രവുമല്ല, ഏക സിവിൽ കോഡ് എന്ന ഇന്ത്യയിൽ ഒരു നിലക്കും പ്രായോഗികമല്ലാത്ത മുസ്ലിമീങ്ങൾക്കെന്നല്ല, ഇന്ത്യ രാജ്യത്ത് വസിക്കുന്ന ഓരോ പൗരനും ദോഷകരമാകുന്ന ഏക സിവിൽ കോഡ് എന്ന നിയമത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഈ വേളയിൽ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേര് പറഞ്ഞുകൊണ്ട് പരസ്പരം കലഹിക്കുന്ന, കൊലപാതകങ്ങൾ വരെ നടക്കുന്ന, മതങ്ങളെ കുറിച്ച് വേണ്ടാത്ത തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കി മുതലെടുക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആ കാലഘട്ടത്തെ മനസ്സിലാക്കി രാഷ്ട്രീയ സംഘടനകൾ യോജിപ്പോടെ പ്രവർത്തിക്കണമെന്നും മുസ്ലിം സംഘടനകൾ ഒന്നിക്കണമെന്നും ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് പറയുകയുണ്ടായി. അതിനടിവരയിട്ടുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞ വാക്കാണിത്. രണ്ട് സുന്നികളും തമ്മിൽ യോജിക്കണമെന്ന്. ഇത് കേട്ടപ്പോഴാണ് മീഡിയ വണ്ണിന് ചൊറിച്ചിൽ തുടങ്ങിയത്. മുസ്ലിം സംഘടനകൾ ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കണം, ഐക്യത്തോടുകൂടി പോകണം, പ്രത്യേകിച്ച് ഇരു സുന്നികളും തമ്മിൽ യോജിപ്പിലെത്തണം എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞപ്പോൾ മീഡിയ വണ്ണിന് വ്യക്തമായും ബോധ്യപ്പെട്ടു. ഇത് ജമാഅത്തെ ഇസ്ലാമിയാകുന്ന, ചരിഞ്ഞ ഇസ്ലാമിയാകുന്ന, മൗദൂദിസമാകുന്ന ഞങ്ങളെക്കുറിച്ച് പറഞ്ഞതല്ല. അതുപോലെ ഞങ്ങളുടെ കൂട്ടുകക്ഷികളായ ANM-കാരെ കുറിച്ചോ വിഷ്ടങ്കാരെ കുറിച്ചോ മർക്കസുദ്ദാവക്കാരെ കുറിച്ചോ അല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥ ഇസ്ലാമിക സംഘടനകളെ കുറിച്ചാണ് എന്ന് ബോധ്യപ്പെട്ട മീഡിയ വണ്ണുകാരൻ അവിടെ ഒരു കുതന്ത്രം പ്രയോഗിക്കുകയാണ്. സുന്നി സംഘടനകൾ ഒരുമിച്ച് കഴിഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെയോ മറ്റു വഹാബി സംഘടനകളുടെയോ കുതന്ത്രങ്ങളോ അവരുടെ ശിർക്കൻ ആശയങ്ങളോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയില്ല. അവരുടെ പൊടി പോലും കേരളത്തിൽ കാണാൻ സാധിക്കുകയില്ല എന്ന കാര്യത്തിൽ മീഡിയ വണ്ണിന് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ലീഗുമായി ഒന്നിക്കുന്നു എന്ന ഈ പ്രസ്താവന അഴിച്ചുവിട്ടാൽ സുന്നി ഐക്യം ഇവിടെ സാധ്യമാകുകയില്ല. മറുവിഭാഗം സമസ്തക്കാർ അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും എന്ന് തോന്നിയ മീഡിയ വണ്ണാണ് ഇങ്ങനെ ഒരു കുതന്ത്രം പ്രയോഗിച്ചത്. മാത്രവുമല്ല, തെരഞ്ഞെടുപ്പിലേക്ക് രാഷ്ട്രീയ പാർട്ടികളൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പല രാഷ്ട്രീയ പാർട്ടികളും ഉസ്താദ് ആ പാർട്ടിക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ടിട്ടും പല സഹായങ്ങളും ചെയ്തു കൊടുക്കാറുണ്ട്. അതിപ്പോൾ ഭരിക്കുന്ന
LDF ഗവൺമെന്റ് ആവട്ടെ, മുമ്പ് ഭരിച്ചിട്ടുള്ള UDF ഗവൺമെന്റ് ആവട്ടെ, പല സഹായങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതിനുള്ള നന്ദി തിരിച്ചും ചെയ്തിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇതിനി നടപ്പാവാൻ പാടില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉസ്താദിനെതിരെയാവണം, മുസ്ലിം സംഘടനകൾ ഉസ്താദിനെതിരെയാകണം. അങ്ങനെയെങ്കിലും ഒരു സുന്നി പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ കഴിയുമല്ലോ എന്ന തോന്നലിൽ നിന്നാണ് ഈ കുതന്ത്രം മൗദൂദി ചാനൽ നടത്തിയിട്ടുള്ളത് എന്ന് ഏത് ബുദ്ധിയുള്ളവർക്കും മനസ്സിലാക്കാവുന്നതാണ്. നമുക്കറിയാം, ഗുജറാത്ത് കലാപമുണ്ടായ സമയത്ത് ശൈഖുന കാന്തപുരം ഉസ്താദ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് തനിക്കറിയില്ല എന്ന് പറഞ്ഞതായിട്ട് ശൈഖുന AP ഉസ്താദിന്റെ പേരിൽ എഴുതി വിട്ടവരാണ് ഈ മൗദൂദി ചാനലും മൗദൂദി പത്രവും. അതെവിടെയാണ് പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, ആ പറഞ്ഞ വീഡിയോ എന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഇന്നത്തെ ഈ ദിവസം വരെ കാണിക്കാൻ മീഡിയ വണ്ണിനോ മാധ്യമം പത്രത്തിനോ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും ചോദിക്കുന്നു, ശൈഖുന AP ഉസ്താദ് ആ പറഞ്ഞ വീഡിയോ, ആ പറഞ്ഞ വോയിസ് ഒന്ന് കേൾപ്പിക്കാൻ നിങ്ങളെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ജനങ്ങളെ AP ഉസ്താദിന് എതിരാക്കാൻ വേണ്ടി ഇവർ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചിട്ടുണ്ട്. മീഡിയ വണ്ണിനെ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ, ഇത് പ്രബുദ്ധ കേരളമാണ്. അല്ലാതെ മൗദൂദിസത്തിന്റെ ആശയം പേറുന്ന അമീറുമാർ എന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ചരിഞ്ഞ ഇസ്ലാമിക്കാരല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.